ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ക്ഷേത്രത്തിലെ തട്ടിപ്പിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. അപ്പോൾ ആ വീഡിയോയുടെ താഴെ എനിക്ക് ധാരാളം കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ആ ക്ഷേത്രത്തിൽ പോയി തട്ടിപ്പിന് ഇരയായ ആൾക്കാരാണ്. കണ്ടമാനം പേരുടെ പൈസ ആ ക്ഷേത്രത്തിൽ പോയി നഷ്ടപ്പെട്ടവർ. പിന്നെ അതുപോലെ തന്നെ അതായത് ഈ എന്താ പറയുന്നത്, ഈ കുറെ ആൾക്കാരുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് വേണ്ടിയിട്ട് അതിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കമന്റ് ഇടുന്ന കുറെ ടീമുകളുണ്ട്. നിനക്കെന്ത് വേണോടാ, അല്ലെങ്കിൽ നിനക്കതിന്റെ ആവശ്യമുണ്ടോ, നീ എന്തിനവിടെ പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഒരു മറുപടി വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതായത് ക്ഷേത്രം ഏതാണെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി വവ്വാക്കുന്ന് എന്ന് പറയുന്ന ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ക്ഷേത്രത്തിലെ പൂജയും പൂജാവിധികളെ കുറിച്ചും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഈ വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം കുറെ ആൾക്കാർക്ക് കുരു പൊട്ടി എനിക്ക് മോശമായ രീതിയിൽ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ ആദ്യമായിട്ട് കുറെ ആൾക്കാരെ ചോദിച്ചു, നീ എന്തിനാണ് അവിടെ പോയെന്ന് ചോദിച്ചതിനുള്ള മറുപടി ആദ്യം തരാം. ഞാൻ ഈ ക്ഷേത്രത്തിൽ പോകുന്നത് ഏകദേശം 9-10 മാസം, ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ മാത്രമല്ല, എൻ്റെ മകൾ കണ്ടു. എന്നിട്ട് എൻ്റെ മകളാണ് പറഞ്ഞത്, അച്ഛാ ഇതുപോലെ ഒരു ക്ഷേത്രമുണ്ട്, നമുക്ക് ഇന്നവിടെ പോകാം. അതിനകത്ത് വന്ന തമ്പനയിൽ കൊടുത്തിരുന്നത്, നമ്മുടെ ആഗ്രഹം എന്താണോ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവായ പൈസ തിരികെ തരും എന്നാണ് ആ വീഡിയോയിൽ കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു പക്ഷേ അത്രത്തോളം സത്യസന്ധമായ ആയിരിക്കണമല്ലോ, എങ്കിൽ മാത്രമല്ലേ അങ്ങനെ ഒരു തമ്പനയിൽ കൊടുക്കൂ. ശരി, ഞാനും എൻ്റെ മകളും കൂടി അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടുത്തെ ആചാരപ്രകാരം ഒരു 7 വലത് ആ ക്ഷേത്രത്തിലെ പ്രദക്ഷിണം വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഷർട്ടൊന്നും ഇടാതെ ഒരു കക്ഷി അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ആ ക്ഷേത്രത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന അദ്ദേഹത്തിന്റെ ക്ഷേത്രമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, 7 കുരുതി പൂജ നടത്തണം, അതുപോലെ പാൽപ്പായസം, ഭഗവാന് തുളസിമാല, വിളക്കത്തിരി, ചന്ദനത്തിരി എന്ന് വേണ്ട എല്ലാ കെടുപിടികളും വാങ്ങിക്കൊടുക്കണം. ശരി, നമ്മുടെ ആവശ്യം സാധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോയത്. ആദ്യത്തെ ദിവസം രസീത് എഴുതി പൂജ, ഈ കുരുതി പൂജ കഴിഞ്ഞു, അതിന്റെ പ്രസാദം കിട്ടി. അപ്പോ ഈ പ്രസാദം എന്ന് പറയുന്നത് കുരുതി പൂജ കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു ചുവന്ന, അതായത് ഈ മഞ്ഞളും എല്ലാം കൂടെ ഇട്ട് കലക്കുന്നുണ്ടായിരിക്കും, അതിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, ഒരു ഉരുളിക്കകത്ത് കലക്കുന്ന ആ ഒരു വെള്ളം നമുക്ക് തരും. അത് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടണം എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. ശരി, അതുപോലെ ചെയ്തു. അതുപോലെ 2ാമത്തെ ആഴ്ചയും പോയി, നമ്മുടെ ആവശ്യം നടക്കണമല്ലോ. 2ാമത്തെ ആഴ്ചയും പോയി ഇതുപോലെ ചെയ്തു. 3ാമത്തെ ആഴ്ച പോയപ്പോ ഞാൻ പറഞ്ഞു, തിരുമേനി എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അത് ഉടനെ മോണിറ്റേഷൻ ആകുമോ? അപ്പോൾ അന്ന് ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ 100-200 സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ, വാച്ച് ഒന്നും ആയിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ നല്ല സ്ഥലത്താണ് വന്നിരിക്കുന്നത്, 1 മാസത്തിനകം നിങ്ങളുടെ ചാനലിൽ റീച്ച് ആവും, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുക. അപ്പോൾ അത് ഏത് പൊട്ടനെന്നും അറിയാം, 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവറും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചാനൽ മോണിറ്റേഷൻ ആക്കാൻ പറ്റൂ. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സംശയമായി. അതിനുശേഷം ഞാൻ ആ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ വീണ്ടും എൻ്റെ മകളും ഞാനും കൂടെ അവിടെ ചെന്നു. ഈ ഗുരുതി പൂജ കഴിഞ്ഞു. 1 മാസം തികഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ പോയ ആഗ്രഹം എല്ലാം സാധിച്ചു, അതും വളരെ ഭംഗിയായി. 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുടുംബം അടിച്ചു പിരിഞ്ഞു, എൻ്റെ മകൾ എന്നോട് മിണ്ടാതായി. അതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത്രയും മാസമായിട്ടും എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും 1 രൂപ പോലും വരുമാനം എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പൊ എന്തോ ഒരു, നമ്മളൊന്ന് ആലോചിക്കണം, എന്തോ ഒരു ഐശ്വര്യമാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ആ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെ വീഡിയോ ചെയ്യുന്നു. അങ്ങനെ
അന്ന് അതിനുശേഷം 2 വീഡിയോ ഞാൻ വേറൊരു ചാനലിന് വേണ്ടിയിട്ട് ചെയ്തു. ആ ചാനലും ഞാനുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടായിരുന്നു എങ്കിൽ ഈ വീഡിയോ ഞാൻ അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യുമായിരുന്നു. കാരണം ആ വീഡിയോ അതിനകത്ത് കിടന്ന് ഈ ക്ഷേത്രത്തിലെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ കാണുകയും ചെയ്തു. അപ്പോൾ നിർഭാഗ്യവശാൽ ഞാൻ ആ ചാനലുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. അതിനുശേഷം ഞാൻ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ രസീത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയും ഒരു പയ്യനവിടെ ഒരു പുരുഷനവിടെ ഇരിപ്പുണ്ട്. അയാൾ പറഞ്ഞു കൂടുതലും ഓൺലൈൻ വഴിയാണ് അവിടെ രസീത് എഴുതുന്നത്. അതായത് ഒരു പ്രാവശ്യം എഴുതുന്ന രസീത് കൊണ്ടാണ് 7 പ്രാവശ്യവും ഒരു കുരുതി പൂജ അവിടെ നടത്തുന്നത്. അപ്പോ അതിനുശേഷം പിന്നെ അതുപോലെ നടക്കുന്നത്. അപ്പോ ഓരോ ദിവസം കഴിയുന്തോറും ഭയങ്കര ഭക്തജനങ്ങളുടെ തിരക്കാണ്. അതായത് കണ്ണൂര്, കാസർഗോഡ് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. ഒരു ദിവസം ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ നോക്കിയപ്പോ അവിടെ ഈ കുരുതി പൂജ കഴിഞ്ഞതിന് ശേഷം ഈ കുങ്കുമവും ഒരല്പം പൂവും കൂടി പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ്. അവിടെ അമ്പലത്തില് കുറച്ച് ഇത്രയും ഭക്തജനങ്ങൾ, ആയിരക്കണക്കിന് ഭക്തജനങ്ങളുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും അവിടെ പ്രസാദം കൊടുക്കാനുള്ള ഇല അവിടെ ഇല്ല. അപ്പോൾ ഉണ്ടായിരുന്ന വാഴയിലയും പിന്നെ ഈ അവിടെ പൂ കൊണ്ടുവന്ന താമരയുടെ ഇലയിലും ഒക്കെ പ്രസാദങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പൂജയ്ക്ക്, അതായത് രസീത് എഴുതിയ ഇദ്ദേഹത്തിന്റെ അടുത്ത്, ഈ തിരുമേനിയുടെ അടുത്തിരിക്കുകയാണ്. രസീദിനകത്ത് പ്രസാദം കൊടുത്തു തുടങ്ങി. ഏറെക്കുറെ ആ പ്രസാദം, ആ രസീത് തീരാറായപ്പോഴാണ് ഈ ജയദേവൻ എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിന്റെ ഭരണാധികാരി ഇത് കാണുന്നത് ഓടി വന്നത് വാരിക്കൊണ്ട് പോയി. അപ്പൊ ഭക്തജനങ്ങളെ, നിങ്ങൾ ഈ കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിക്കണം. അത്രയും രസീത് അവിടെ നിന്ന് പോയി. പിന്നെ എങ്ങനെയാണ് ആ രസീത് പ്രകാരമുള്ള വഴിപാട് അവിടെ നടത്തുന്നത്? അതുമല്ല, ഈ ആഴ്ച ഒരു 2000 രസീത് ഉണ്ടെന്നിരിക്കട്ടെ. പിറ്റേ ആഴ്ചയാകുമ്പോൾ അത് 4000 ആവുന്നു, അതിന്റെ പിറ്റേ ആഴ്ചയാകുമ്പം 6000 ആവുന്നു, ഇങ്ങനെ കൂടി പോകുന്നു. ഈ രസീത് ഇത്രയും വെച്ചിട്ട് ആ രസീദിനകത്തോട്ട് തിരിഞ്ഞു നോക്കാനുള്ള സമയം പോലും ആ തിരുമേനിക്കില്ല. അത്ര ഭക്തജന തിരക്കാണ്. അതായത് ഒരു രസീത് ഇയാള് കൈകൊണ്ട് തൊടുക പോലും ചെയ്യുന്നില്ല. പിന്നെ അവിടെ എന്ത് കുരുതി പൂജയാണ് നടക്കുന്നത്? അതുപോലെ തന്നെ ഞാൻ അവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്, അവിടെ ഒരു ഏറെക്കുറെ ശരാശരി 1 കിലോയുടെ അരി വേവുന്ന ഒരു ഓട്ടുരുളിയുണ്ട്. അതിനകത്താണ് അവിടെ പാൽപ്പായസം നിവേദിക്കുന്നത്, വെക്കുന്നത്. ഈ പാൽപ്പായസം രാവിലെ വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഭക്തജനങ്ങൾ കൂടുതൽ വരുന്നത്. അവരെല്ലാവരും കൊണ്ടും പാൽപ്പായസത്തിന് രസീത് എഴുതിക്കും. ഈ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരല്പം പോലും പ്രസാദം എന്ന നിലയിൽ ആ പാൽപ്പായസം കൊടുക്കുകയില്ല. കാരണം അങ്ങനെയും അയാൾ പൈസ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഞാൻ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് പാലക്കാട് നിന്ന് വന്ന ഒരു സ്ത്രീ. അപ്പോൾ കൂടുതലും വരുന്നത് കണ്ണൂര്, ഈ വീഡിയോസ് കണ്ടിട്ടാണ് കൂടുതലും ആൾക്കാർ അവിടെ വരുന്നത്. പാലക്കാട് നിന്ന് വന്ന ഒരു സ്ത്രീ. അപ്പോ പാലക്കാട് നിന്ന് കരുനാഗപ്പള്ളി വരണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം യാത്ര തിരിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ എത്തൂ. ഒരു 10-11 മണിയോടുകൂടി അവരിവിടെ വന്ന് കരുനാഗപ്പള്ളിയിൽ വന്നിട്ട് ഒരു ഓട്ടോ വിളിച്ചാണ് ഈ ക്ഷേത്രത്തിൽ വന്നത്. അപ്പൊ അവരുടെ കയ്യിൽ മൊബൈലും ഒരു പേഴ്സും മാത്രമേ ഉള്ളൂ. അവരുടെ ഹാൻഡ് ബാഗ് ഓട്ടോയ്ക്കകത്തായി ഇവർ മറന്നത്. അത് കഴിഞ്ഞ് ഏറെക്കുറെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവര് ആ സ്ത്രീയുടെ ബാഗിനെ കുറിച്ച് ഓർക്കുന്നതും ഇവരവിടെ കിടന്ന് നിലവിളിയായി. കാരണം ഒരു കുടുംബശ്രീയിലുള്ള മെമ്പറാണ്, അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഇതറിഞ്ഞതിന് ശേഷം ഈ ജയദേവൻ പറഞ്ഞു, ഞാൻ കരുനാഗപ്പള്ളി വിളിക്കാം, അവിടെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തോ ആയി എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നീട് കണ്ടില്ല. അപ്പോൾ അത്രത്തോളം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ക്ഷേത്രമാണ് എങ്കിൽ ഇത്രയും പാലക്കാട് നിന്ന് വന്ന ആ ഒരു സ്ത്രീയുടെ കണ്ണീര് ഈ ഭഗവാൻ കാണുന്നു. അതുപോലെ ഇദ്ദേഹം പറയുന്നുണ്ട്, ആര് വന്നാലും ശരി അവരുടെ എല്ലാ ആഗ്രഹങ്ങളും കാര്യങ്ങളും സാധിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെയും ഒരു ആഗ്രഹവും സാധിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ അവിടെ വരുന്ന ഭക്തജനങ്ങൾ സ്ഥിരമായിട്ട് വരുന്നവരല്ല. പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവര് ഒരു പ്രാവശ്യം ഫസ്റ്റ് മാത്രം വരുന്നവർ മാത്രമാണ് കൂടുതലും. ബാക്കിയെല്ലാം ഓൺലൈൻ വഴിയാണ് ഇവരുടെ വഴിപാടുകൾ നടത്തുന്നത്. ഇപ്പോ അത് പോയിട്ട് എന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന പല കമന്റുകളും ഞാൻ കണ്ടു. അതിനകത്തൊക്കെ ശരാശരി ഒരു ഭക്തൻ അവിടെ ചെല്ലുമ്പോ 7000 രൂപ മുതൽ 10000 രൂപ വരെ ഒരു ഭക്തന്റെ കയ്യിൽ നിന്ന് അവര് ഈടാക്കുന്നുണ്ട്.
കാരണം കുരുതി പൂജ, പാൽപ്പായസം എന്ന് വേണ്ട, പിന്നെ മറ്റുള്ള പൂജകൾ അല്ലാത്ത ഇത് വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന കുരുതി പൂജയുടെ കാര്യം അല്ലാതെ തന്നെ പല പല പൂജകൾ 150-200 രൂപയുടെ വഴിപാടുകൾ വേറെയുണ്ട്. അതുപോലെ ഒരു പാട്ട എണ്ണ, ഒരു ചാക്കാരി എല്ലാം കൂടെ ശരാശരി കണക്കാക്കുമ്പോൾ 7000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള തുക ഒരു ഭക്തനിൽ നിന്നും അവിടെ ഇയാള് ഉടായിപ്പിലൂടെ വാങ്ങും. അതുപോലെ ആ ക്ഷേത്രം ഒരു ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്രയും വരുന്ന ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ അവിടെ ഒരു ഈ പറയുന്ന ഒരു ഭാരവാഹികളോ ആരും തന്നെ ഇല്ല. അതുപോലെ ഈ ജയദേവൻ എന്ന് പറയുന്ന ഈ തിരുമേനി അല്ല, അയാൾ ഒരു വായി നോക്കിയാണ്. അയാള് വളരെ മോശമായിട്ടാണ് ഭക്തജനങ്ങളോട് പെരുമാറുന്നത്. അതായത് നമുക്ക് സമയദോഷം വന്ന് വളരെയധികം കഷ്ടപ്പെട്ട് അനുഭവിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലും ഒക്കെ നമ്മൾ ചെന്ന് പെടുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ വേണ്ടിയിട്ട്. തൊടുപുഴയിൽ നിന്ന് വന്ന ഒരു ഭക്ത അവരുടെ വസ്തു കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നു. പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ ചോദിച്ചു, തിരുമേനി ഈ പ്രസാദം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കുഴിച്ചിട്ട്. വളരെ മോശമായിട്ടാണ് ആ സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചത്. അതുപോലെ തന്നെയാണ് അവിടെ വരുന്ന പല ആൾക്കാരുടെ അടുത്തും ഇയാൾ, അതായത് പണത്തിന്റെ ഹുങ്ക്, അതായത് പാലക്കാട്, കന്യം, പല ഭാഗത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ വരാറുണ്ട്. അല്ലെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ ഭക്തജനങ്ങൾ അവിടെ വരുന്നത് എന്ന് ഇയാൾക്ക് യാതൊരു ചിന്തയുമില്ല. ഇദ്ദേഹം ഈ പണമെല്ലാം കൂടെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയി. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഒരു ക്ഷേത്രത്തെ ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്ത് ഇത്രയും ഭക്തജന തിരക്കാവാനുള്ള കാരണം ഒരു യൂട്യൂബറാണ്, ഒരു യൂട്യൂബ് ചാനലുകാരനാണ്. അവനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. കാരണം ഒരു 100 രൂപ നോട്ടെടുത്ത് നമ്മൾ തീട്ടത്തിൽ വെച്ചിട്ട് നക്കിയെടുക്കാൻ പറഞ്ഞാൽ നക്കിയെടുക്കുന്ന അത്ര നല്ലൊരു വ്യക്തിയാണ്. പൈസ മാത്രം മതി അവന്. ഇവരാണ് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും വേണ്ട, പരുന്ത് പറന്നിറങ്ങിയാൽ അവിടെ എന്ത് സംഭവിക്കും. അതുപോലെ നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൽകുന്ന പൈസ തിരികെ കൊടുക്കും. പിന്നെ ഇവിടുത്തെ പൂജയുടെ പ്രത്യേകത കണ്ടോ, അനുഗ്രഹം വാരി കോരി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10, 20, 40ഓളം വീഡിയോസ് ആണ് ഇയാളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും പോയി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാറില്ല. ഇത് ആ ക്ഷേത്രത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിന്നുകൊണ്ട് ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്ത് ഭക്തജനങ്ങളെ അവിടെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവർക്കൊന്നും യാതൊരു മനസാക്ഷിയോ വേറെ ഒന്നുമില്ല, അവർക്ക് പണം മാത്രം മതി. ആരെ കൊന്നിട്ടായാലും എന്തോ കള്ളം പറഞ്ഞിട്ടായാലും അവർക്ക് റീച്ച് ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം. അപ്പൊ ഈ യൂട്യൂബറെ കുറിച്ച് പ്രത്യേകിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യ നാടകം കളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലരുടെയും ചാരിറ്റി വീഡിയോ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പല പാവപ്പെട്ട ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരിൽ നിന്ന് പൈസ പിടിച്ചു വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമല്ല, ഇത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണ് ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ഈ ജയദേവൻ തിരുമേനി പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ. അയാള് ഇത് പറയുന്നുണ്ട്. ലോകത്തിന്റെ ഈ ലോകത്തിലുള്ള എല്ലാ എന്നുവെച്ചാൽ അമേരിക്ക വരെ ഉള്ള ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പൂജ ചെയ്യുന്നു. ഇവിടെ വരുന്നവരുണ്ട്, അവിടെ നിന്ന് ഓൺലൈനായിട്ട് പൂജ ചെയ്യുന്നവരുണ്ട്. എല്ലാ രാജ്യത്തു നിന്നും ആളുകൾ വിളിക്കുന്നു. ഇന്ത്യക്കകത്ത് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആളുകൾ വരുന്നോണ്ട് പൂജ ചെയ്യുന്നു. ട്രസ്റ്റ് അല്ലായിരുന്നു എന്റെ ഏക വക. എപ്പോഴും ആളുകൾക്കെല്ലാം ജയദേവന്റെ അമ്പലം എന്ന് പറയുന്ന. അതെ, ഇപ്പോഴും ഇയാളുടെ ഏക വകയാണ്. അവിടെ ട്രസ്റ്റും അല്ല, ഒരു കോപ്പും അല്ല. ജനങ്ങളെല്ലാം വിളിച്ചു. രണ്ടാമത് പുനഃപ്രതിഷ്ഠ ചെയ്യുന്ന വിളിച്ചിട്ട് ഇവിടെയുള്ള ജനങ്ങളെല്ലാം വിളിച്ചു. എല്ലാ സമുദായത്തിലുള്ളവരെയും വിളിച്ചു. ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, ഓവർസിയറുണ്ട്, അധ്യാപകനുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരുണ്ട്, കൂലിവേലക്കാരുണ്ട്. ഇവരെല്ലാം ഉൾപ്പെടുത്തി. എന്നിട്ട് അവിടെ വരുന്ന വരുമാനമെല്ലാം താങ്കൾ ഒറ്റയ്ക്കാണല്ലോ വിഴുങ്ങുന്നത്. ഞങ്ങളൊക്കെ അവിടെ വരുമ്പോ ഈ പറയുന്ന ട്രസ്റ്റിനകത്തുള്ള ഒരു വ്യക്തികളെ പോലും ഞങ്ങൾ അവിടെ കാണാറില്ലായിരുന്നല്ലോ. അതിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കി 41 പേരെ ചേർത്ത് ട്രസ്റ്റ് ആക്കി. അതില് പിന്നെ എഞ്ചിനീയർ ഒരാള്, പ്രസിഡന്റ്, സെക്രട്ടറി, ഒരു വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഓരോ ടോപ്പ് ഇങ്ങനെയുള്ള ഓരോവർക്കും പ്രാതിനിധ്യം കൊടുത്ത് ഓരോ സമുദായത്തിലുള്ളവർക്കും പ്രത്യേക പ്രാതിനിധ്യം കൊടുത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. എന്നാൽ എക്സിക്യൂട്ടീവ് വരെയും എല്ലാ സമുദായത്തിലുള്ളവരെ ചേർത്താണ് ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത്. 41 പേരെ ചേർത്താണ് ട്രസ്റ്റ് ഉണ്ടാക്കി. അവർ ഒരു വർഷം ഇത് കൊണ്ടുപോയില്ല. താങ്കളുടെ സ്വഭാവം അതാണ്. അവരെ വെച്ചൊഴിഞ്ഞിട്ട് പോയി. ഞാൻ വീണ്ടും ഒന്നേന്ന് തുടങ്ങി. അതെ, ഒന്നേന്ന് തുടങ്ങി. കാരണം താങ്കളുടെ സ്വഭാവം അതാണ്.
കൃത്യമായിട്ട് നടന്നു. ഉം. അവര് ഭക്തജനങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനോടൊപ്പം താങ്കൾക്ക് തോന്നിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഭക്തജനങ്ങൾ പ്രാർത്ഥന വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഉയർച്ച ഉണ്ടായി, ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഉയർച്ച ഉണ്ടായി. അപ്പൊ ഭക്തജനങ്ങൾ വന്ന് എനിക്ക് ഉയർച്ചയില്ല. ഇഷ്ടംപോലെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് എത്ര ഏക്കർ വസ്തു എവിടെയൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല. അത് നമ്മുടെ ഒരു വിഷയമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ കഴിവ്. എന്നാൽ ഇത്രത്തോളം പണത്തിന് ആർത്തിമൂത്ത് ജനങ്ങളെ വലിപ്പിക്കരുത് എന്നുള്ള ഒരു അഭിപ്രായം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുടെ കേൾക്കാം. അവർക്ക് ഉയർച്ച ഉണ്ടാവും. ഭഗവാൻ അമ്പലം ഉയരുന്നുണ്ട്. അതല്ലേ എനിക്കെന്തൊരു ഉയർച്ച, എനിക്ക് ഉയർച്ച ഇതിനപ്പുറത്തൊരു ഉയർച്ചയും വേണ്ട. ഇത് തന്നെ ധാരാളം. പറഞ്ഞതില്ലേ ഈ ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ തന്നു. എനിക്കെന്തൊരു ഉയർച്ച വേണം? ഇന്നുവരെ ഒരു രോഗവും ഇല്ല. പറഞ്ഞല്ലേ ഒരു കഷ്ടതയും ഇല്ല, ഒരു ദാരിദ്ര്യവും ഇല്ല. എല്ലാം ക്ലിയറായിട്ട് അന്നന്ന് കൃത്യമായിട്ട്. ഇതിനപ്പുറം ഇനി എന്തുവേണം നമുക്ക് ഭൂമിയിൽ? ഒന്നും വേണ്ട. താങ്കൾക്കറിയാം ഈ അന്ധവിശ്വാസികൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് നിലനിൽപ്പുണ്ടാവും, കാശുണ്ടാക്കാൻ പറ്റുമെന്ന് താങ്കൾക്കറിയാം. സ്വന്തം വേണ്ട, അതുപോലെ അതാണ് മതി. പിന്നെ ഒരു നെഗറ്റീവ് കമന്റ് ഞാൻ പറയുവാണേ. സ്വാമി, ഞാൻ സ്ഥിരമായി അമ്പലത്തിൽ വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഇവിടെ കണ്ട കാഴ്ച ക്ഷേത്ര ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ ആ അമ്പലത്തിലെ വരുന്ന ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ല. ക്ഷേത്രത്തില് വരുന്ന ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. 8-10 സ്റ്റാഫ് ഇവിടെ ഉണ്ട്. അവർ നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ അതിക്രമിച്ച് ജനം വരുമ്പോ നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും. അപ്പൊ ഇതിനിടയ്ക്ക് പരസ്യം കയറി വന്നു. എന്നിട്ട് എന്തേ തിരുമേനി, ഞങ്ങൾ അവിടെ വരുമ്പോ ഒരു മനുഷ്യരെ പോലും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതെന്താ കാരണം? നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും. അതൊരു എല്ലാ ക്ഷേത്രങ്ങളിലുള്ള, ഈ ക്ഷേത്രമൊന്നല്ല, ഗുരുവായൂരായാലും തിരുപ്പതി ആയാലും പളനി, ഏത് ക്ഷേത്രത്തിലും നിയന്ത്രണ അതീതമാണ്. അപ്പോ ഈ തിരുപ്പതിയും ഗുരുവായൂരും പോലെ കണക്കാക്കണോ ഈ ഒരു ക്ഷേത്രം? അതായത് ആ കരുനാഗപ്പള്ളി ആ പരിസരങ്ങളിലും ആ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ചപ്പോ ഒരു മനുഷ്യര് നല്ലൊരു അഭിപ്രായം താങ്കളെ കുറിച്ചോ ആ ക്ഷേത്രത്തെ കുറിച്ചോ പറയുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. വരുന്ന ഭക്തരെ അതുപോലെ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അത് സാധിക്കുന്നുണ്ട്. അവർക്ക് എന്താ ആവശ്യപ്പെടുന്ന ആ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തി കൊടുക്കുന്നു. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ചിലറിന് കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തായിരിക്കും. ഇത്രയും ജനം വരുമ്പോ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല. അതുപോലെ തന്നെ ഒരു പൂജാവിധി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പൂജയ്ക്കനുസരിച്ച് അതെ, കോഴിക്കോട് നിന്നാണ് ഇവിടെ ആളുകൾ. അതുപോലെ തന്നെ മറ്റൊരു കമന്റ് ആണ്, നമ്മൾ പ്രസാദം പറയുകയാണെങ്കിൽ ആ പ്രസാദം കിട്ടുന്നത് അളവിൽ കുറച്ചാണ്. അതിനെക്കുറിച്ച് ഒരു 50 രൂപ ഒരു പാൽപ്പായസം, ഒരു 250 ഗ്രാം പാൽപ്പായസം ഡെയിലി. പാൽപ്പായസമായിട്ടാണ്, വെള്ളം കലക്കിയല്ല കൊടുക്കുന്നത്, പാൽപ്പായസമായിട്ട് ചെയ്താണ് കൊടുക്കുന്നത്. അല്ല 50 ഗ്രാം പാൽപ്പായസം അല്ല കൊടുക്കുന്നത്, പാൽപ്പായസമായിട്ടാണ്. അതിനകത്ത് ഏലക്ക, ചുക്ക്, ഇഞ്ചി, ജീരകം ഇതെല്ലാം അതിന്റെ അളവിൽ പൊടിച്ച് പാലിനകത്താണ് പാൽപ്പായസം, പച്ചവെള്ളത്തിലില്ലേ. അപ്പൊ വരുന്ന ദാരിദ്ര്യപ്പെട്ട ഭക്തജനങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണം. അത് ഞങ്ങൾ ഇവിടെ കൊടുക്കാറില്ല. ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം പെട്ടെന്ന് കയറി വയലന്റ് ആയി. അയാൾക്ക് ദേഷ്യം വന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 50 മില്ലി അല്ലെങ്കിൽ ഒരു 10 മില്ലി പോലും പാൽപ്പായസം അവിടെ നിന്ന് കൊടുക്കാറില്ല. അങ്ങനെയും ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. പിന്നെ അയാൾ ഇതുപോലെ പറയുന്നുണ്ടല്ലോ, ചുക്ക്, ഇഞ്ചി, ഏലം, കറുകപ്പട്ട, ആ പട്ട ഈ പട്ട എല്ലാം ഇട്ടാണ് പായസം വെക്കുന്നത്. പിന്നെ ഇദ്ദേഹം സ്പെഷ്യലായിട്ട് ഇച്ചിരി സ്വർണ്ണപ്പൊടി കൂടി ഇദ്ദേഹത്തിന്റെ എക്സ്ട്രാ കണക്കായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോ ഈ രീതിയിലൊക്കെയാണ് ജനങ്ങളെ ഇദ്ദേഹം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 100% ദൈവ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ അവിടെ എണ്ണ, തിരി ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ഓരോരുത്തരെ കൊണ്ട് എഴുതി വാങ്ങി അവിടെ കൊടുത്തതിന് ശേഷം ആ സാധനങ്ങൾ തന്നെ വീണ്ടും റിട്ടേൺ ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരികയും അവിടെ വെച്ച് വീണ്ടും കച്ചവടം ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോ ഞാൻ ഈ ക്ഷേത്രത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ജയദേവനെ കുറിച്ചോ കുറ്റം പറയാൻ ഇവരാരും എന്റെ ശത്രുക്കളല്ല. ഞാൻ പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ ഭാഗമായി ചെന്നുപെട്ടു. അപ്പോ എനിക്ക് അതിൻ്റെതായ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ ജനങ്ങൾ അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ഇദ്ദേഹം വലിയ ആളെന്നും പറഞ്ഞൊക്കെ ഇരിക്കുന്നു. ഇദ്ദേഹം ഇത്രത്തോളം ജനങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കുമ്പോൾ ഈ കഷ്ടപ്പെട്ട് വരുന്ന അവരുടെ ഭക്തജനങ്ങളുടെ ഒരു തൊഴുതുപുരാക്ക് ഇയാൾക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇറങ്ങാതെ ആയിരിക്കും ഇയാൾ ചാവാൻ പോകുന്നത്. അപ്പോഴും ചെയ്യുന്നത് എന്താണ്?
ജയദേവൻ സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കുത്തിയിരുത്തി ഇവനെ സമാധിയാക്കും. സമാധിയാക്കിയതിന് ശേഷം നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിക്ക് പകരം അടുത്ത ഒരു സ്വാമിജി കൂടി നമുക്ക് പുറക്കും. കാരണം അന്ധവിശ്വാസികളുണ്ടോ സുഹൃത്തുക്കളെ, ഇവരെ പോലെയുള്ളവർ രക്ഷപ്പെടും. 100% ഉറപ്പാണ്. ഇപ്പൊ ഞാൻ ഈ ഇരുന്ന് കുരയ്ക്കുന്ന എന്റെ ഈ വീഡിയോയുടെ അടിക്ക് എന്തുമാത്രം നെഗറ്റീവ് കമന്റ് വരാനുള്ള സാധ്യതയുണ്ട്, അതെനിക്കറിയാം. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ക്ഷേത്രങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിച്ചാൽ അത് വിശ്വാസത്തെ കയറി കൈകടത്തലാവും. അല്ലെങ്കിൽ വിശ്വാസം എന്തോ ആവട്ടെ, അന്ധവിശ്വാസം ആവട്ടെ നല്ല വിശ്വാസം ആവട്ടെ, അവിടെ നിന്ന് നമുക്ക് കയറി കൈകടത്താൻ പാടില്ല. പിന്നെ ഈ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഈ ജയദേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി അയാൾ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്റെ ചാനലിൽ കിടക്കുന്ന ഈ വീഡിയോയെ കുറിച്ചാണ് ഞാൻ ഇത്രയും സമയം സംസാരിച്ചത് കേട്ടോ. അപ്പോ നല്ല രീതിയിൽ നിങ്ങൾക്ക് പൊങ്കാല ഇടണമെന്ന് താല്പര്യമുള്ളവർക്ക് പൊങ്കാല ഇടാം. അതല്ല, ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും 1-2 പേർക്കെങ്കിലും 10 പേർക്കെങ്കിലും ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ വരാതിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയ്ക്കും നല്ലത്. കാരണം നമ്മളൊക്കെ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് മോശം വാരിക്കോരി തരുമെന്ന് കരുതിയിട്ടല്ല പോവേണ്ടത്. നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അത് ഏതൊരു ക്ഷേത്രത്തിലായാലും. നിങ്ങൾ ഇത്രയും ദൂരെ തമിഴ്നാട്ടിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഇവിടെ വരുന്നവര് നിങ്ങളുടെ നാട്ടിലുള്ള അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതാൽ ഇതിനേക്കാളും മോശവും കിട്ടും. ഈ ചിലവാകുന്ന പൈസ നിങ്ങളുടെ കയ്യിലിരിക്കുകയും ചെയ്യും. കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഇയാള് സമ്പാദിച്ചു കൂട്ടുന്നത്. അതുപോലെ അവിടുത്തെ കുരുതി പൂജയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ വേറൊരു ക്ഷേത്രത്തിലെ കുരുതി പൂജ കണ്ടതാണ്. അതും ഇതുമായിട്ടുള്ള സമയം ഞാൻ പറയുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം പൂജാവിധികളെ കുറിച്ചില്ല. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ചീത്ത വിളിക്കുന്നുള്ളവർക്ക് ചീത്ത വിളിക്കാം, പിന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.